ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോ യോഗയുടെ അർത്ഥവ്യാപ്തിയെക്കുറിച്ച് അറിയിക്കുന്നതിനാണ്. അപ്പോൾ നമുക്കറിയാം, യോഗ പലർക്കും അറിയുമായിരിക്കും, പലരും ചെയ്യുന്നതായിരിക്കും. അതുകൊണ്ട് സൗഖ്യം നേടുന്ന പലരും ഉണ്ടാവും. അപ്പോൾ നമുക്കറിയാം, പൂർണ്ണ ജീവിതത്തിനുള്ളൊരു ജീവനചര്യയാണ് യോഗ. യോഗ എന്ന പദം വന്നിട്ടുള്ളത് യുജ് എന്ന സംസ്കൃത പദത്തിൽ നിന്നാണ്. അതിൻ്റെ അർത്ഥം പറയുന്നത് കൂടിച്ചേരൽ എന്നാണ്. അപ്പോൾ ചിലർക്ക് തോന്നാം എന്ത് കൂടിച്ചേരുന്ന അവസ്ഥയാണ് എന്നുള്ളത്. അപ്പോൾ എന്തുമായിട്ടാണ് കൂടിച്ചേരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജീവാത്മാവിൻ്റെയും പരമാത്മാവിൻ്റെയും, അതല്ലെങ്കിൽ ജീവോർജ്ജത്തിൻ്റെയും പ്രാപഞ്ചികോർജ്ജത്തിൻ്റെയും ഒക്കെ കൂടിച്ചേരലാണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത്. നമുക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ശരീരവും മനസ്സും ശ്വാസവും തമ്മിലുള്ളൊരു യോജിപ്പ്, അത് നമ്മൾ മനസ്സിലാക്കുക. നമ്മൾ തന്നെ നമ്മുടെ ഉള്ളിലേക്ക് നോക്കി നമ്മുടെ ഉള്ളിൽ നടക്കുന്ന കാര്യങ്ങൾ കണ്ടെത്തി അതിൽ നിന്നും നമുക്ക് സന്തോഷം ലഭിക്കുന്ന ഒരവസ്ഥയാണ് ഈ യോഗ എന്ന് പറയുന്നത്. ജീവിതത്തിലെ തന്നെ പ്രതിസന്ധികൾ സമചിത്തതയോടെ യോഗ നേരിടാൻ ഓരോരുത്തരെയും പ്രാപ്തമാക്കുന്നു എന്നുള്ളതാണ്. അതായത് നമുക്ക് അറിയാം, യോഗ കൊണ്ട് ശാരീരികമായും മാനസികമായും ഒത്തിരി ഗുണങ്ങളുണ്ട്. ഇതിലൂടെയൊക്കെ ഗുണം പ്രാപിക്കുന്ന വഴി നമുക്ക് നമ്മുടെ ജീവിതത്തിലെ ഓരോ പ്രതിസന്ധികളെയും മറികടക്കാൻ നമുക്ക് പ്രാപ്തി നേടിത്തരും എന്നുള്ളതാണ് യോഗയുടെ ഏറ്റവും വലിയൊരു വേറൊരു ബെനിഫിറ്റായിട്ട് നമുക്ക് പറയാൻ കഴിയാം. അതുപോലെ തന്നെ യോഗയുടെ സമർത്ഥമായ പദ്ധതി പതഞ്ജലിയുടെ യോഗാസൂത്രത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ളതാണ്. യോഗ കണ്ടുപിടിച്ചത് പല മുനിമാരാണെങ്കിൽ പോലും അതിനെ ഇന്നത്തെ കാലത്തെ ഒരു പദ്ധതിയിലേക്ക് കൊണ്ടുവന്നത് പതഞ്ജലി മഹർഷിയാണ്. അതുകൊണ്ട് തന്നെ പതഞ്ജലി മഹർഷിയുടെ പാതഞ്ജല യോഗാസൂത്രം വളരെ പ്രസക്തമായ ഒരു പുസ്തകമാണ്. അപ്പോൾ ആ പുസ്തകത്തിലാണ് ഇതിൻ്റെ ബേസിക്കായിട്ടുള്ള കുറേ കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് നമുക്ക് ഇന്ന് നമ്മൾ ചെയ്യുന്ന എല്ലാ തരത്തിലുള്ള ഇതും ഇതിലാണ് കിടക്കുന്നത്. ആന്തരിക ഊർജ്ജം പ്രവർത്തിച്ച് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കഴിവുകൾ മറ്റ് മണ്ഡലങ്ങളിലും വ്യാപരിച്ച് തുടങ്ങും. അതുകൊണ്ട് തന്നെ ജീവിതത്തിൻ്റെ ആത്യന്തികമായിട്ടുള്ള ആവിഷ്കാരം കണ്ടെത്തുന്നതിനുള്ള ഒരു ഉപകരണമാണ് യോഗ എന്ന് പറയുന്നത്. നിങ്ങൾ വീഡിയോ കാണുന്നതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ വീഡിയോ ഉപകാരപ്പെടുന്ന ആളുകൾക്ക് അയച്ചു കൊടുക്കാനും നിങ്ങൾ മറക്കരുത്. ഓക്കെ. പിന്നെ നമുക്ക് പറയാനുള്ളത് യോഗയുടെ നിർവചനങ്ങളാണ്. എങ്ങനെയാണ് ഒരു യോഗ എന്നതിനെ സംസ്കൃതത്തിൽ നിന്ന് നിർവചിച്ചിരിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, പതഞ്ജലി മഹർഷി അദ്ദേഹത്തിൻ്റെ യോഗാസൂത്രത്തിൽ പറയുന്നത് യോഗാസൂത്രം എന്ന ഗ്രന്ഥത്തിൽ പറയുന്നത് യോഗഃ ചിത്തവൃത്തി നിരോധഃ എന്നാണ്. യോഗ ചിത്തവൃത്തി നിരോധഃ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് ചിത്തവൃത്തി? ചിത്തം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മനസ്സ്, വൃത്തി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ മനോവ്യാപാരങ്ങൾ, അതായത് നമ്മുടെ മനസ്സിലെ ചലനങ്ങൾ. ഈ മനസ്സിൻ്റെ ചലനങ്ങളെ, മനസ്സിൻ്റെ വൈകാരികമായിട്ടുള്ള ചലനങ്ങളെയൊക്കെ അതുപോലെ വ്യാപാരങ്ങളെയൊക്കെ നിയന്ത്രിച്ച് സ്വസ്ഥമായിരിക്കുന്നതാണ് യോഗ എന്നുള്ളതാണ് ഒരു പ്രസിദ്ധമായിട്ടുള്ള വാക്യം. ഇത് യോഗാസൂത്രത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു വചനമാണ്, അതിന് നൽകിയിരിക്കുന്ന ഒരു നിർവചനമാണ്. അതുപോലെ തന്നെ ഭഗവത്ഗീതയിലും ഒക്കെ ഇതിനെപ്പറ്റി, യോഗയെപ്പറ്റി പ്രതിപാദിക്കുന്നുണ്ട്. അപ്പോൾ ഭഗവത്ഗീതയിലെ 2 വ്യാഖ്യാനങ്ങൾ നൽകുന്നുണ്ട്. ഒന്ന് യോഗ കർമ്മസു കൗശലം എന്നതാണ്. യോഗ കർമ്മസു കൗശലം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് യോഗ എന്തിനാണ്? ഉത്തമമായ പ്രവൃത്തിക്ക് എപ്പോഴും തദനുസൃതമായ ശ്രേഷ്ഠ ഫലം ഉണ്ടാകുമെന്നുള്ളതാണ് യോഗ കർമ്മസു കൗശലം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അതുപോലെ തന്നെ ഭഗവത്ഗീതയിൽ പറയുന്ന വേറൊരു ഇതാണ് സമത്വം യോഗ ഉച്യതേ. സമത്വം, എന്തിലുള്ള സമത്വം? അതായത് യോഗാവസ്ഥയിലൂടെ നേടുന്ന പരമമായിട്ടുള്ളൊരവസ്ഥയാണ് സമത്വം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ. അത് സുഖമായാലും ദുഃഖമായാലും ചൂടും തണുപ്പ് രാഗം ദ്വേഷം തുടങ്ങിയിട്ടുള്ള എല്ലാത്തിനെയും, നമ്മളുടെ മനസ്സിലുണ്ടാകുന്ന നമുക്ക് അനുഭവപ്പെടുന്ന എല്ലാ വിചാരങ്ങളെയും അതിജീവിച്ച് എല്ലാത്തിനെയും ഏകാത്മകതയിൽ കാണാൻ യോഗ നമ്മളെ പ്രാപ്തമാക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ, ഉപകാരപ്പെടുന്നൊരു വീഡിയോ ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും, ഇതിൻ്റെ ബാക്കി ഭാഗങ്ങൾ നമുക്ക് ഓരോ പാർട്ടായിട്ട് വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ടാവും. അടുത്ത വീഡിയോയ്ക്കായിട്ട് നിങ്ങൾ തീർച്ചയായും വെയിറ്റ് ചെയ്യണം. പെട്ടെന്ന് തന്നെ ഉണ്ടാവും. അപ്പോൾ വീഡിയോ വാച്ച് ചെയ്ത എല്ലാവർക്കും ഒത്തിരി സ്നേഹത്തോടെ നന്ദി പറയുകയാണ്. ഓക്കെ, താങ്ക് യു.